ആ പ്രിയപ്പെട്ട ഹാർഡ് ഫാർമർ സിജോബായി, താങ്കൾക്കൊരു നല്ല കയ്യടി ഞാൻ തരുവാണ്. എൻ്റെ പേര് തോമസ്, സ്വദേശം തൊടുപുഴയാണ്. താങ്കൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുട്ടം, നമ്മുടെ 3-ാം മൈൽ, കരിങ്കുന്നം ആ പ്രദേശത്തൂടെയൊക്കെ ഒരു ദിവസം മുഴുവൻ റാൻഡം സർവേ നടത്തി. അപ്പോൾ ഇവിടെ പ്രമുഖ ചാനലുകളെല്ലാം വന്ന് അവിടെ കണ്ടെത്തിയത് ശരിക്കും ആകെപ്പാടെ ഒറ്റ പുലിയുള്ളെന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഇത് കൃത്യമായിട്ടുള്ള സർവേ പ്രകാരം അവിടെയുള്ള ആളുകളുടെ ഓരോരുത്തരെയും പോയി കണ്ട് ചോദിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലായത്, കൃത്യമായിട്ടുള്ള വിവരമനുസരിച്ച് അവിടെ 5ഓളം പുലികളുണ്ടെന്നുള്ളത് താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ താങ്കളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ അവസാനം താങ്കളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത നമ്മുടെ ഒരു സുഹൃത്താണ്. ഞാനിപ്പം നിലവിൽ സ്ഥലത്തില്ല. അപ്പം താങ്കളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് താങ്കളോട് അഭിപ്രായം നേരിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ശരിക്കും ഈ വനം വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ശരിക്കും മുട്ടത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മുട്ടത്തു നിന്ന് നമ്മുടെ മുന്നോട്ടം പോണ വഴിക്ക് അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഈ കണ്ടു എന്ന് പറയുന്ന പ്രദേശം ശരിക്കും ഈ പെരുമറ്റത്തുനിന്ന് നമ്മുടെ പെരുമറ്റത്തുനിന്ന് നമ്മുടെ അരുവിക്കുത്ത്, അതുപോലെ തന്നെ ആ പ്രദേശം പോയി കാട്ടോലി വരെയുള്ള പ്രദേശമാണ്. പ്ലാന്റേഷൻ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇതിനെ കണ്ടു എന്ന് പറയുന്നതും. എന്നിട്ട് ഇവർ പേരിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന രീതിയിൽ ഒരു കൂടും കൊണ്ട് വെച്ചിട്ട് വല്ല ഗൂഗിൾ മാപ്പും കൊടുത്താൽ ഈ ഇത് കൂട്ട് പുലി പോയി ഇതിനകത്ത് കയറുമോ? എൻ്റെ ഒരു സംശയം കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രമുഖ ചാനലുകളൊന്നും ഇത്രയും ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇതിൻ്റെ വരാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അവിടെ കൂടുതലും താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. തോട്ടം തൊഴിലാളികളും അവരൊക്കെ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, രാവിലെ ഏതെങ്കിലും സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ റബ്ബർ വെട്ടാനൊക്കെ ആയിട്ട് പോകുന്ന സാധാരണക്കാർ, അല്ലെ പാല് കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ പശുവിനെ വളർത്തി ഉപജീവനം നടത്തുന്ന ആളുകളൊക്കെ പോയി കഴിയുമ്പം ഇതുങ്ങളെ ഏതിനെങ്കിലും ഈ പറയുന്ന പുലിയോ എന്തെങ്കിലും പിടിച്ച് കഴിയുമ്പം ആ സാധാരണക്കാരന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട്, മൃഗത്തിനും വില കൽപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നടപടിയാണ് നടക്കാൻ പോകുന്നത്. ഇനി അതല്ല, ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു പുലിക്കുഞ്ഞ് ഉപദ്രവിക്കാൻ വന്ന് ഒരു മനുഷ്യൻ്റെ ഒരു വാരിക്കൊമ്പ് വെച്ച് കുത്തിയാലും മാവനകത്ത് പോകുന്ന ഒരു അവസരത്തിലൂടെ വരും. ശരിക്കും ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് അവിടെയുള്ള ജനങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, താങ്കളെപ്പോലുള്ള റിപ്പോർട്ടർ ഇത്രയും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഈ വനം വകുപ്പിൻ്റെ ഓഫീസിൽ പോയി വൈകുന്നേരങ്ങളിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം. കാരണം ഒരു എന്താണ് അക്രമകരമല്ലാത്തൊരു സമരം. കാരണം ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണല്ലോ. കാരണം ഞാൻ ആ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ ഇത്രയും കാര്യമായിട്ട് ഇത്രയും സ്ഥലത്ത് കണ്ട സ്ഥിതിക്ക് ഇത്രയും പ്രദേശമാണ് ഉള്ളൂ. എന്തായാലും ഈ പകൽ ഇറങ്ങി നടക്കാത്ത, ഇത് എവിടെയാണ് കയറിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ മേലാത്ത സ്ഥലങ്ങളൊന്നും അല്ലല്ലോ അത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതും കൂടെ താങ്കളുടെ ചാനലിൽ ഒന്ന് കൂട്ടിച്ചേർക്കണം. അതുപോലെ മറ്റ് ചാനലുകളെല്ലാം വന്നിട്ട് ഒരു പുലിയെ കണ്ടു, എന്നിട്ട് ഏതാണ്ട് ഒരു ആഘോഷമായിട്ട് കണ്ടു എന്ന് പറഞ്ഞങ്ങ് പോയെന്നല്ലാതെ ഇത്രയും നല്ല രീതിയിൽ പോയി നേരിട്ട് അതിൻ്റെ തെളിവ് സഹിതം താങ്കൾ അത് നിരത്തിയതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ താങ്കൾക്ക് തരുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലെ ഈ സമൂഹത്തിൽ വിപത്തായിട്ട് മാറുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ അവിടെയുള്ള ജനങ്ങളൊന്നടങ്കം സംഘടിച്ച്, എൻ്റെയൊക്കെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, വനം വകുപ്പിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ ഓഫീസുകളിലോ വൈകുന്നേരം പോയി കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.